അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി. പരിശുദ്ധമായ റജബിൻ്റെ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്ന ഒന്നാണ് റജബുൻ ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്നുള്ളത്. ഒന്ന് ഇന്നത് ഇന്ന ആളുടേത് എന്നൊക്കെ പറയുമ്പോൾ ആളിലേക്ക് അത്രയും ചേർന്നതിനെയാണ് ആളുടേത് എന്ന് പറയുകയുള്ളൂ. അത് മാത്രമുള്ള ആളാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ എല്ലാം ആളുടേതാണ്. പക്ഷെ ആളുടേത് ഒന്ന് മാത്രം എടുത്ത് പറയുമ്പോൾ അത്രയും പ്രാധാന്യമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് എല്ലാം. എന്നാലും 12 മാസവും അള്ളാഹുവിൻ്റെതാണ് എങ്കിലും അതിൽ നിന്ന് റജബുൻ ഷഹറുല്ല, അത് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറയുമ്പോൾ ഈ മാസത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ്. മഹാനായ ഗസാലി ഇമാം പറഞ്ഞു തരുന്നൊരു ചരിത്രം, റജബ് മാസത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് ഒരു ഉമ്മ അവിടുത്തെ ജീവിതത്തിൽ റജബ് മാസമായി കഴിഞ്ഞാൽ ഒരു വസ്ത്രം പുതിയതായി റജബിനെ സ്വീകരിച്ച് അതിൻ്റെ ബഹുമാനത്തെ പരിഗണിച്ച് ആ വസ്ത്രം ധരിക്കും. പിറ്റത്തെ റജബാകുമ്പോഴാണ് ആ വസ്ത്രം പിന്നീട് ധരിക്കുക. അങ്ങനെ ആ റജബ് മാസം കഴിഞ്ഞു പോയി. പിന്നീട് ആ ഉമ്മയുടെ മരണ ആസന്നമായ സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റജബ് മാസത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എൻ്റെ കഫനായിട്ട് ഉപയോഗിക്കണം. അഥവാ മരണാനന്തരം ഖബറിലേക്ക് കുളിപ്പിച്ചതിന് ശേഷം ധരിപ്പിക്കുന്ന ആ വസ്ത്രം വേണം, ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉമ്മ. പിന്നീട് ആ ഉമ്മ മരണപ്പെട്ടു. പക്ഷേ മകൻ കാര്യം മറന്നു. പുതിയ പുടവ കൊണ്ടുവന്നു. മരണാനന്തരം കുളിപ്പിച്ചതിന് ശേഷം പുതിയ പുടവയിൽ കഫൻ ചെയ്തു, മറവ് ചെയ്തു. രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ മകന് വല്ലാത്തൊരു വിഷമം. സ്വപ്നത്തിൽ ഉമ്മ കടന്നു വരികയും, മോനെ, നീ ആ കഫൻ ധരിപ്പിക്കാതെ കൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ടെന്ന് പറയുകയും, ആ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഖബർസ്ഥാനിലേക്ക് ആ പുടവയുമായി ചെന്ന് ഖബർ പൊടിച്ച് നോക്കുമ്പോൾ ഉമ്മയെ കാണാനില്ല. അപ്പോഴാണ് അശരീരി കേൾക്കുന്നത്, റജബിനെ ബഹുമാനിച്ചുകൊണ്ട്, എന്നെ സ്നേഹിക്കാൻ വേണ്ടി റജബിനെ ആദരിച്ചത് കൊണ്ട് ഞാൻ അവരെ തനിച്ച് ഖബറിൽ കിടത്താറില്ല, അവർ ഖബറിൽ ആ ഉമ്മയെ കണ്ടില്ല എന്ന ചരിത്രം. എൻ്റെ പ്രിയമുള്ളവരെ, ഗസാലി ഇമാം അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുമ്പോൾ എത്ര മഹത്തമാണ് ഈ പരിശുദ്ധമായ റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിൻ്റെ എല്ലാവിധ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ച് പരമാവധി ദീനിയായ ചൈതന്യം ജീവിതത്തിൽ ചേർത്ത് വെച്ച് നല്ലൊരു ഭാവിക്ക് വേണ്ടി ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.